ശുക്രെപ്പോഴും വേണ്ടുന്നതാണേ റബ്ബിന്. ഇല്ലാതെ വന്നാൽ നമ്മളെ പിന്നെന്തിന്? റബ്ബിൻ്റെ ദാസരിൽ നന്ദിയുള്ളവർ വിരളമാ. സബ എന്ന സൂറത്തോതി നോക്കത് വ്യക്തമാ. ബഹുഭൂരിഭാഗവും നന്ദി കേടിൽ തന്നെ വരുമെന്ന് ശപഥം ചെയ്ത് ശൈത്താൻ അന്നേ. ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ. അഅറാഫ് സൂറത്തോതി നോക്കതിലുള്ളതാ. സ്വർഗാവകാശികൾക്കുള്ള പദമിൽ ആദ്യമായി അൽഹംദുലില്ലാ എന്ന് പറയും നന്ദിയായി എന്നുള്ളതും ഖുർആനിൽ എന്നും വ്യക്തമാ. സുമർ എന്ന സൂറത്തോതി നോക്കതിൻ്റെ അന്ത്യമാ. ആർക്കാണ് കൂടുതൽ നന്ദി അവർക്കാണ് ഏറ്റവും റബ്ബിൻ്റെ പക്കൽ നിന്ന് കിട്ടൽ സ്നേഹവും. നിഅമത്തൊരാൾ ഓർക്കാതെ വന്നാൽ പിന്നെ ശുക്രൻ്റെ കാര്യം അസാധ്യമായതു തന്നെ. ഓർത്തെന്ന് വന്നാൽ പിന്നെ അൽഹംദൊന്ന് പറഞ്ഞെന്ന് വന്നേക്കാം ചിലർ ശുക്രിന്. ശുക്രിൻ്റെ ചുമതല നിർവഹിച്ചതുകൊണ്ട് എന്നും ധരിച്ച നാക്കനക്കലുമുണ്ട്. റബ്ബിൻ്റെ വഴിയിൽ തന്നെ നിഅമത്തൊക്കെയും ചെലവാക്കണം. അതിലാ സുഹൃത്തെ നന്ദിയും. എതിരാണ് ചെയ്തത് എന്ന് വന്നാൽ അന്ന് വിളിക്കപ്പെടും നീ നന്ദി കെട്ടവനെന്ന്. വഴി അറിയുവാനൊരു മാർഗമാ പറയുന്നത്. ദീനിൻ്റെ അറിവും ചിന്തയും തന്നാണത്. നിഅമത്തെന്ന് നീ അറിയേണ്ടതാ. അറിഞ്ഞാലുടൻ തന്നതിന് ശുക്റും വേണ്ടതാ. എന്നാൽ അതെല്ലാം ഭദ്രമായി ബന്ധിച്ചതാ. നശിക്കാതെ തന്നെ നിനക്കതും സ്ഥിരപ്പെട്ടതാ. ഹികമിൽ ഇതേതത്വം വിളിച്ചുണർത്തുന്നതാ. 45 വ്യക്തമായി പറയുന്നതാ. ഇതുകൊണ്ട് നിഅമത്തും അടിക്കടി കേറ്റമാ എന്നുള്ളതും നീ നോക്ക് ഖുർആൻ വ്യക്തമാ. നിഅമത്തിനെല്ലാം നന്ദി ചെയ്താൽ ഹാരമാ. എതിരായിരുന്നാൽ പിന്നെ ശൃംഖല ഭാരമാ. നാക്കിൻ്റെ ശുക്രിൽ മാത്രമായി നിറുത്തല്ലേ. പുതപ്പിൻ്റെ തുഞ്ചം കൊണ്ട് മതിയാകല്ലേ. തണുപ്പിൻ്റെ ശമനത്തിനതെല്ലാം വേണ്ടതാ എന്നുള്ളതും മറക്കാതെ തന്നെ ഓർക്കേണ്ടതാ. ഖൽബും ലിസാനും മറ്റ് അവയവമൊക്കെയും ചെയ്യേണ്ടതാണ് അല്ലാഹുവിനായി നന്ദിയും. നിഅമത്ത് റബ്ബ ചെയ്തതെന്നറിയേണ്ടതാ. ഖൽബിൻ്റെ ശുക്രത് കൊണ്ടുവന്നെത്തുന്നതാ. അള്ളാഹു തന്നിത് വ്യക്തമായി പറയുന്നതാ. നഹൽ എന്ന സൂറത്തോതിയാൽ കാണുന്നതാ. നാക്കിൻ്റെ ശുക്രാണ് അവന് സ്തോത്രം ചെയ്യലും നിഅമത്തിനെ സ്പർശിച്ച് സംസാരിക്കലും. പറയുന്നു റബ്ബിത് പോലവൻ്റെ കലാമതിൽ നോക്കാം സുഹൃത്തെ. വദ്ദുഹാ സൂറത്തതിൽ സന്മാർഗപാതയിൽ മാത്രമായി ചലിപ്പിക്കണം. അതുതന്നെ അവയവത്തിൻ്റെ ശുക്രെന്നറിയണം.